ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രാജീസ് കിച്ചണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ക്രിസ്പി ആയൊരു മസാല ദോശ ഉണ്ടാക്കിയാലോ? നേരെ വീഡിയോയിലേക്ക് പോവാം. രാത്രിയിൽ ഞാൻ അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. 1.5 ഗ്ലാസ് അരിയും അതുപോലെ 3/4 ഗ്ലാസ് ഉഴുന്നും കുറച്ച് ഉലുവയും ഇതെല്ലാം കൂടെ ഞാൻ ഒരുമിച്ച് തന്നെയായിരുന്നു ഇട്ടിരുന്നത്. ഏകദേശം 8-9 മണിക്കൂറിന് ശേഷം നമുക്കത് അരച്ചെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ദോശ ഉണ്ടാക്കാൻ വേണ്ടി അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഈ സമയത്ത് ഞാൻ ക്യാരറ്റും കിഴങ്ങും ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കൊരു പാനെടുത്ത് മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് കടുകിട്ട് പൊട്ടിക്കാം. അതിനുശേഷം അല്പം ഉഴുന്ന് കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് അല്പം പെരിഞ്ചീരകം കൂടി ഇട്ട് കൊടുക്കാം. അരമുറി സവാള, ചെറിയൊരു കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ 2 വെളുത്തുള്ളി, അതുപോലെ തന്നെ കറിവേപ്പില, ഈ വക സാധനങ്ങളെല്ലാം നമുക്ക് ഒന്നിട്ട് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് വഴന്നു വരുന്നവരേക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചിലർ മസാല ദോശയ്ക്ക് കിഴങ്ങ് മാത്രമേ എടുക്കാറുള്ളൂ. ഞാൻ കിഴങ്ങും ക്യാരറ്റും എടുത്തിട്ടുണ്ട്. നല്ലവണ്ണം ഏകദേശം വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ സാദാ ജീരകത്തിൻ്റെ പൊടി ഇത്രയും ഇട്ട് കൊടുത്ത് ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം. അതിനുശേഷം ഉടച്ച് വെച്ചിരിക്കുന്ന കിഴങ്ങും ക്യാരറ്റും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നവരേക്കും ഇപ്പം കണ്ടോ, അതിൻ്റെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമ്മുടെ ദോശയ്ക്കുള്ള മാവ് റെഡിയായി കഴിഞ്ഞു. ദോശ പരത്തി അല്പം നെയ്യ് നമുക്ക് മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം മാവ് വെച്ച് നമുക്ക് ദോശ നല്ല ക്രിസ്പിയായ ദോശയായിരുന്നു കേട്ടോ, മടക്കിയെടുക്കാം. അപ്പോൾ ഇന്ന് അപ്ലോഡ് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.